നമ്മളുടെയൊക്കെ കുറച്ചങ്ങോട്ട് വീര്യം കൂടിപ്പോയി. 10 വർഷം നമ്മളൊക്കെ കുറേ അഹങ്കാരികളായിട്ട് മാറി. ഇതിനൊക്കെ കാരണം നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന ആളുകളാണ്. അതേ വേദിയിലിരിക്കുന്ന CPM-ന്റെ നേതാക്കന്മാരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. തെറ്റ് തിരുത്തിയാൽ വി കുഞ്ഞികൃഷ്ണനും അതോടൊപ്പം തന്നെ TK ഗോവിന്ദനും പാർട്ടിയിലേക്ക് മടങ്ങി വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ വി കുഞ്ഞികൃഷ്ണന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്, ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ് എന്ന് ചൂണ്ടിക്കാണിക്കൂ, ഞങ്ങളത് തിരുത്താൻ തയ്യാറാണ്. CPM അറിയാതെ അല്ലെങ്കിൽ CPM-ന്റെ ഉന്നത നേതൃത്വം അറിയാതെ ഒരു കാരണവശാലും MV ജയരാജനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു CPM നേതാവ് ഇങ്ങനത്തെ ഒരു പ്രസ്താവന നടത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കുറച്ചുകൂടി ഒരു പക്വമായിട്ടുള്ള നിലപാടുകൾ അന്ന് സ്വീകരിച്ചിരുന്നുവെങ്കിൽ വി കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ടു പോകുമായിരുന്നു. ഈ TI മധുസൂദനന് പകരം അവിടെ ആരെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ പയ്യന്നൂർ കൈവിട്ടു പോകുമായിരുന്നു. സംഘടനാ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അത് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം. നമസ്കാരം. ഇത്തവണ നേരിട്ട കനത്ത തോൽവിയുടെ കാരണങ്ങൾ പഠിച്ച് ഓരോന്നോരോന്നായിട്ട് തിരുത്തി കൊണ്ടുവരുന്ന തിരക്കിലാണ് CPM. കാരണം പാർട്ടിയുടെ ഒരു തിരിച്ചുവരവിന് അത് അനിവാര്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇപ്രാവശ്യം സംസ്ഥാനം പോയി അതിനപ്പുറം തന്നെ ഏറ്റവും കൂടുതൽ പാർട്ടിയെ വിഷമിപ്പിച്ചൊന്ന് കോട്ടയായ കണ്ണൂർ നഷ്ടപ്പെട്ടതായിരിക്കും. അപ്പോൾ അതിൽ നമുക്കറിയാം വി കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ പോലുള്ളവരുടെ വിമത പോരാട്ടമാണ് ഒരു പരിധിവരെ കണ്ണൂരിൽ CPM-നെ പിന്നോട്ടടിപ്പിച്ചത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ പുറത്തു വന്നൊരു വാർത്ത അനുസരിച്ച് CPM നേതാവ് MV ജയരാജൻ്റെ ഒരു പ്രസ്താവന, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഈ വിമതരായിട്ട് പോയവർ കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും, കാരണം അവർ പാർട്ടിക്കെതിരായിട്ടല്ല പോയിരുന്നത്, ചില വ്യക്തികൾക്കെതിരെ, അത് അവർ വ്യക്തമാക്കി പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവർക്കെതിരെ നടപടി എടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ പാർട്ടിക്കൊപ്പം നിൽക്കുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതൊരു തിരിച്ചറിവാണ് പാർട്ടിക്ക്. ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു മുതിർന്ന നേതാവ് ഒരു പ്രതികരണം നടത്തുന്നത്. അപ്പോൾ ജയരാജൻ പറയുന്നത് എങ്ങനെയാണ്: ഇവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന്. ഇത് എത്രത്തോളം പ്രായോഗികമാകും, അതുപോലെ പാർട്ടിക്ക് ഗുണകരമാകും. അതായത് കഴിഞ്ഞ ദിവസം തോമസ് ഐസക് നടത്തിയൊരു പ്രസ്താവനയുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഏരിയ സമ്മേളനവും ലോക്കൽ കമ്മിറ്റിയുടെ എന്തൊരു മീറ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാർട്ടി, അത് ആ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, നമ്മുടെ പാർട്ടി ഇവിടെ 3-ാം സ്ഥാനത്തേക്ക് പോയി, പിന്നെ ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ് അത് കാരണം എന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം വിശദീകരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനൊക്കെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെയൊക്കെ കുറച്ചങ്ങോട്ട് വീര്യം കൂടിപ്പോയി. 10 വർഷം നമ്മളൊക്കെ കുറേ അഹങ്കാരികളായിട്ട് മാറി. ഇതിനൊക്കെ കാരണം നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന ആളുകളാണ്. അതേ വേദിയിലിരിക്കുന്ന CPM-ന്റെ നേതാക്കന്മാരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. കാരണം അവർക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി തുടങ്ങി. ജനങ്ങളുടെ അടുക്കൽ നിന്ന് യാതൊരു തരത്തിലുള്ള അഭിപ്രായങ്ങളും ചോദിക്കാതെ തനിക്കിഷ്ടപ്പെട്ട ആളുകളെ സ്ഥാനാർത്ഥികളൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഈ തോൽവി എന്ന രീതിയിൽ തോമസ് ഐസക് സ്വയം വിമർശനത്തോടു കൂടി നടത്തിയൊരു പ്രസംഗം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കൂട്ടി വായിക്കേണ്ടതാണ് MV ജയരാജൻ്റെ ഇന്നത്തെ പ്രസ്താവന എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ എന്താണ്: തെറ്റ് തിരുത്തിയാൽ വി കുഞ്ഞികൃഷ്ണനും അതോടൊപ്പം തന്നെ TK ഗോവിന്ദനും പാർട്ടിയിലേക്ക് മടങ്ങി വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ വി കുഞ്ഞികൃഷ്ണന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്, ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ് എന്ന് ചൂണ്ടിക്കാണിക്കൂ, ഞങ്ങളത് തിരുത്താൻ തയ്യാറാണ്. തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ മാത്രമല്ല തിരുത്താൻ സാധിക്കത്തുള്ളൂ. അതോട് കൂടാതെ തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ MV ജയരാജന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു നിലപാടായിട്ട് നമുക്കൊരിക്കലും കാണാൻ വേണ്ടി സാധിക്കത്തില്ല. CPM അറിയാതെ അല്ലെങ്കിൽ CPM-ന്റെ ഉന്നത നേതൃത്വം അറിയാതെ ഒരു കാരണവശാലും MV ജയരാജനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു CPM നേതാവ് ഇങ്ങനത്തെ ഒരു പ്രസ്താവന നടത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൂടാതെ തന്നെ ഇപ്പോൾ UDF സർക്കാരിനകത്ത് ഇപ്പം ഈ 1.5 മാസമേ ആയിട്ടുള്ള UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട്, പക്ഷേ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, ഈ സംഭവങ്ങളൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ്, ഒറിജിനൽ കമ്മ്യൂണിസ്റ്റാണ് വി കുഞ്ഞികൃഷ്ണനും അതോടൊപ്പം തന്നെ TK ഗോവിന്ദനും എന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ അത് ഏത് രീതിയിൽ ഉൾക്കൊള്ളും എന്നുള്ളതിനെ കുറിച്ച് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇവരെന്തിനെയാണോ എതിർത്തിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ പറഞ്ഞ UDF സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് എത്ര നാൾ യോജിച്ച് മുൻപോട്ട് പോകാനായിട്ട് ഈ പറഞ്ഞ 2 പേർക്ക് സാധിക്കും എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു വസ്തുത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്ക് വേണ്ട രീതിയിലുള്ളൊരു കൺസിഡറേഷൻ, പരിഗണന ഈ പറഞ്ഞ UDF-നകത്ത് കിട്ടുന്നുണ്ടോ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, TK ഗോവിന്ദനൊക്കെ കോൺഗ്രസിന്റെ ഉന്നതരായിട്ടുള്ള പല നേതാക്കന്മാരുടെയും വീടുകളിൽ എത്തുന്ന സമയത്ത് പോലും അവർക്ക് കാത്തു നിൽക്കേണ്ട അവസ്ഥയുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 2 വ്യക്തിത്വങ്ങളാണ് ഈ പറഞ്ഞ TK ഗോവിന്ദനും അതോടൊപ്പം തന്നെ ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത്. CPM-ന് കണ്ണൂരിലേറ്റ തിരിച്ചടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മലബാറിലേറ്റ തിരിച്ചടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഈ 2 വ്യക്തികളാണ്. എന്തായിരുന്നു TK ഗോവിന്ദൻ ഉന്നയിച്ച ഒരു ആരോപണം? എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ തന്നെ തളിപ്പറമ്പിൽ മത്സരിപ്പിക്കാൻ
മത്സരിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ എതിർപ്പാണ്. കാരണം അവിടെ അനുശ്രീ ഉൾപ്പെടെ മറ്റു നേതാക്കന്മാർ, സുകന്യ ഉൾപ്പെടെ മറ്റു നേതാക്കന്മാർ അവിടെ ഉള്ള സമയത്ത് അവരെ മത്സരിപ്പിക്കാതെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയായിട്ടുള്ള PK ശ്യാമളയെ അവിടെ മത്സരിപ്പിക്കുന്ന സമയത്ത് അതിനുള്ള എതിർപ്പാണ് TK ഗോവിന്ദൻ പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ സഖാക്കന്മാർ എന്താ ചിന്തിക്കുക, MV ഗോവിന്ദൻ്റെ പല പ്രസ്താവനകളും എടുത്ത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അത് ശരിയല്ല എന്ന് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും ആളുകളെ പരിഹസിക്കുന്നതായിട്ട് പലർക്കും തോന്നി. ആളുകളെ പരിഹസിക്കുന്നതായിട്ട് പലർക്കും തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിട്ടായിരിക്കാം TK ഗോവിന്ദൻ എന്നൊക്കെ പറയുന്ന ആൾ ദൈനംദിന രാഷ്ട്രീയത്തിൽ സാധാരണക്കാരുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതായത് കോടിയേരി ബാലകൃഷ്ണനെയൊക്കെ പോലെ വളരെ സാധാരണക്കാരുമായിട്ട് വരെ മിങ്കിൾ ചെയ്യുകയും അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയൊക്കെ ചെയ്യുന്ന നല്ലൊരു സഖാവാണ് TK ഗോവിന്ദൻ എന്ന്. അതിൻ്റെ പ്രതിഫലനമാണ് ആ റിസൾട്ട് കണ്ടത്. എല്ലാ ദിവസവും കാണുന്ന സഖാക്കന്മാർ, ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് ആളുകളൊക്കെ TK ഗോവിന്ദനെ കൂവുന്നത് കണ്ടു. പക്ഷേ അവിടെയും TK ഗോവിന്ദന് വോട്ട് കിട്ടി. ഈ പറഞ്ഞ സ്ഥലത്ത് നിന്നും TK ഗോവിന്ദന് വോട്ട് കിട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് TK ഗോവിന്ദൻ ആരായിരുന്നു ജനങ്ങളുടെ മനസ്സിൽ എന്നുള്ളത് പാർട്ടി ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണം എന്തായിരുന്നു? രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ട് ചില ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. ആ ആരോപണത്തെ വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞ് സെറ്റിൽ ചെയ്യേണ്ട ജില്ലാ സെക്രട്ടറി എന്താണ് കാണിച്ചത്? അതിനെ കുറച്ചുകൂടി പ്രകോപനപരമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയില്ലേ? കുറച്ചുകൂടി ഒരു പക്വമായിട്ടുള്ള നിലപാടുകൾ അന്ന് സ്വീകരിച്ചിരുന്നുവെങ്കിൽ വി കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ടു പോകുമായിരുന്നു. ഈ TI മധുസൂദനന് പകരം അവിടെ മറ്റ് ആരെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ പയ്യന്നൂർ കൈവിട്ടു പോകുമായിരുന്നു. ഈ പറഞ്ഞ മലബാർ മേഖലയിൽ CPM-ന് ഇതേ രീതിയിലുള്ള ഒരു തിരിച്ചടിയേക്കുമായിരുന്നു. കാരണം ഇത് ധാർഷ്ട്യം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഇത് ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഈ സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റിയോ ഏരിയ കമ്മിറ്റിയോ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ സംഘടനാ സംവിധാനം തകർന്നു എന്നുള്ളതാണ്. പക്ഷേ സംഘടനാ സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് അത് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം. അതല്ലാതെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടുള്ള എതിർപ്പുകൾ താഴെത്തട്ടിൽ നിന്നുണ്ടാവും. അങ്ങനെ താഴെത്തട്ടിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകളെ ഒന്നും സംഘടനാ സംവിധാനം ഉപയോഗിച്ച് പിടിച്ചു നിർത്താനൊന്നും സാധിക്കത്തില്ല. പല ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വരെ ഈ പറഞ്ഞ പയ്യന്നൂരും തളിപ്പറമ്പിലും ഒക്കെ ഈ പറഞ്ഞ വിമത സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പ്രചരണത്തിന് ഇറങ്ങി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം അത്ര ഗുരുതരമായിരുന്നു ആ പ്രശ്നങ്ങൾ. അവർ അല്ലെങ്കിൽ ആ ഉന്നയിച്ച കാര്യങ്ങൾക്ക് അവിടെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണമായിരുന്നു പാർട്ടി നേതൃത്വം. അത് മനസ്സിലാക്കാതെ വന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ്. ഇന്നിപ്പോൾ കുഞ്ഞികൃഷ്ണൻ ചെയ്ത തെറ്റെന്താണ്? കുഞ്ഞികൃഷ്ണൻ ചെയ്തിരിക്കുന്ന ഒരു തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി കമ്മിറ്റികൾക്കകത്ത് പറഞ്ഞിട്ട് കേൾക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പാർട്ടി കമ്മിറ്റിക്ക് പുറത്തു വന്ന് പറഞ്ഞു. അതൊരു പ്രശ്നം തന്നെയാണ്. പാർട്ടി കമ്മിറ്റിക്ക് അകത്ത് പറഞ്ഞു, പാർട്ടി കമ്മിറ്റി കേൾക്കാതെ വന്നപ്പോഴത്തേക്കാണ് അദ്ദേഹം പരസ്യമായിട്ട് പ്രതികരിക്കാൻ തയ്യാറായത്. ഒരുപക്ഷെ പാർട്ടി കമ്മിറ്റിക്ക് അകത്ത് തന്നെ ഈ പ്രശ്നം പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനത്തെ ഒരു പൊട്ടിത്തെറി ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പോൾ പാർട്ടി കമ്മിറ്റിക്ക് അകത്ത് തന്നെ പറയാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് സാധിച്ചില്ല, ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടി എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ധാർഷ്ട്യമാണ്. അത് ഞങ്ങൾ പറയും, നിങ്ങൾ കേൾക്കണം. CPM പണ്ട് എന്തിനെതിരെയാണ് പൊരുതിയത്? ജന്മിത്തത്തിനെതിരെ പോരാടിയിട്ടാണ് കേരളത്തിൽ ഈ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ CPM-നകത്തെ ജന്മിത്ത മനോഭാവം ചില നേതാക്കന്മാർ കാണിച്ചപ്പോൾ അതിനെതിരെ പ്രവർത്തകർ സ്വാഭാവികമായിട്ടും പ്രതികരിച്ചു. ആ പ്രതികരിച്ചതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാം കണ്ടത്. അതല്ലാതെ UDF-ൻ്റെ പ്രവർത്തന മികവ് കൊണ്ടല്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമ്മൾ പലപ്പോഴും അമ്പലപ്പുഴയിൽ നിന്ന് ജയിച്ചിട്ടുള്ള ജി സുധാകരനോടുള്ള എല്ലാ വിയോജിപ്പുകളും വെച്ചുകൊണ്ട് തന്നെ പറയാം, ഒരുപക്ഷെ അദ്ദേഹവും നാളെ CPM-ന് അനുകൂലമായിട്ടുള്ള നിലപാടുകളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അദ്ദേഹത്തെ MV ജയരാജൻ പരാമർശിച്ചിട്ടില്ല എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. PK ശശിയെയും ഈ പറഞ്ഞ ജി സുധാകരൻ്റെയും പേര് പരാമർശിച്ചിട്ടില്ല. എന്നാൽ ഈ പറഞ്ഞ വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും തിരിച്ചു വന്നാൽ തങ്ങൾ സ്വീകരിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വലിയൊരു സന്ദേശമുണ്ട്. PK ശശിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് കൊടിയ രാഷ്ട്രീയ വഞ്ചനയാണ്. അവസാന സമയം വരെ KTDCയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുകയും അതിനുശേഷം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് KTDCയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ച് പാലക്കാട് വലിയൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ആ മീറ്റിങ്ങിൽ പ്രസംഗിക്കുകയൊക്കെ ചെയ്തത് അദ്ദേഹം വിചാരിച്ചു അദ്ദേഹം ഭയങ്കര ജനകീയനാണെന്ന്. പക്ഷെ എന്താ സംഭവിച്ച ഒറ്റപ്പാലത്ത് 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളുണ്ട്. 3-ാം സ്ഥാനത്തേക്ക്. അതിനുശേഷം എന്താണ് പറഞ്ഞത്? UDF-കാരെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, UDF-കാർ കാര്യമായിരിക്കുന്നു. ഈ പറഞ്ഞ വി കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദനെയും ക്ഷണിച്ചതുപോലെ ജസ്റ്റ് MV ജയരാജൻ, PK ശശിയേട്ട ഒന്ന് വരൂ, PK ശശി പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ തെറ്റുതിരുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് മൂവ്മെന്റിൽ അദ്ദേഹം CPM-നുമായിട്ട് അടുക്കും. ഇപ്പോൾ UDF-കാർക്കെങ്കിലും ഇനി PK ശശിയുടെ ആവശ്യമില്ല. PK ശശി ഇനി എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യുമെന്ന് നമ്മൾ കരുതണ്ട. കാരണം അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം കാര്യങ്ങളാണ് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടം വിഷയം ഉയർന്നു വരുന്ന സമയത്ത് ഇവരുടെ മെയിൻ തുരുപ്പിയിട്ടായിരുന്നു PK ശശി.
ആ പി കെ ശശിയെ തന്നെ കോൺഗ്രസ് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ എന്താണ് അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കും. കാരണം മറ്റ് രണ്ടുപേരും പാർട്ടിയോടാകുന്നത് ചില ആദർശങ്ങളുടെ പേരിലാണ്. പക്ഷെ പി കെ ശശി എന്തിനാ പാർട്ടി വിട്ടതെന്ന് സത്യത്തിൽ അല്ല, പി കെ ശശിക്ക് തന്നെ അറിയത്തില്ല. പി കെ ശശി ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ തികച്ചും അടിസ്ഥാനരഹിതമാണ്. കാരണം പാലക്കാട്ട് ഡി സിയുമായിട്ടുള്ള പ്രശ്നം മൂലമാണ് ഇപ്പോൾ അടിച്ചു പിരിഞ്ഞതെന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊന്നും അല്ല സംഭവം. പി കെ ശശിയെ സംബന്ധിച്ച് പി കെ ശശിയുടെ ആ ഒരു ധാർഷ്ട്യമുണ്ട്. ആ ധാർഷ്ട്യത്തിന് കുടപിടിക്കാത്തത് മൂലമാണ് അവിടെ പ്രവർത്തകരുമായിട്ട് ഇദ്ദേഹത്തിന് പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ജി സുധാകരനെ സംബന്ധിച്ച് സമാനമായ രീതിയിലല്ലേ. ജി സുധാകരനൊക്കെ അധികാരമോഹം കൊണ്ട് പോയ ആളുകളാണ്, തികച്ചും അധികാരമോഹം കൊണ്ട് പോയ ആളാണ് ജി സുധാകരൻ. അതേസമയം ടി കെ ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും എന്ന് പറയുന്ന രണ്ട് സഖാക്കന്മാർ ഒരു വിഷയം ഉയർത്തി പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി തെറ്റുതിരുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയവരാണ്. അപ്പോൾ അവരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നത് കൊണ്ട് നേട്ടമാണ് ഉണ്ടാവുക. ഇനി അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പാർട്ടിയിലേക്ക് ചേരാനൊന്നും പറ്റത്തില്ല. പക്ഷേ പാർട്ടി അനുഭാവികളായിട്ട് നിൽക്കാം. നിയമസഭയ്ക്കകത്ത് അത് LDFനെ സംബന്ധിച്ച് 2 സീറ്റ് വർദ്ധിക്കും. 2 സീറ്റ് വർദ്ധിക്കാൻ കൂടി കാരണമാകും എന്നുകൂടി കണക്കാക്കേണ്ടതുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ വി കുഞ്ഞികൃഷ്ണൻ്റെ പ്രസ്താവന ഓൾറെഡി വന്നു കഴിഞ്ഞു, പ്രതികരണം വന്നു കഴിഞ്ഞു. അദ്ദേഹം പറയുന്നത് ഞാൻ ചെയ്ത തെറ്റെന്താണ് അത് പറഞ്ഞാൽ തിരുത്താം. ഇനിയിപ്പോൾ ടി കെ ഗോവിന്ദൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഒരു കാര്യം പറയാം, രണ്ടുപേരും കമ്മ്യൂണിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ അവർ ഇടതുപക്ഷത്തിനൊപ്പം വരും ദിവസങ്ങളിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. കാരണം അതേ രീതിയിലാണ് UDF നേതൃത്വത്തിൻ്റെ നിലവിലത്തെ പോക്ക് എന്ന് മനസ്സിലാക്കുക. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഓരോ വകുപ്പുകളുടെയും പ്രവർത്തനം ഓരോ ദിവസവും എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മുടെ കൺമുമ്പിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എത്ര നാൾ UDFൻ്റെ ഭാഗമായിട്ട് തുടരാൻ സാധിക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം നിലനിൽക്കുകയാണ്. MV ജയരാജൻ്റെ ഒരു ക്ഷണം വന്നിരിക്കുന്നത്. തെറ്റുതിരുത്തിയാൽ നിങ്ങൾക്ക് തിരിച്ചു വരാമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.